ഹലോ ഗായ്സ്, ഇത് നമ്മൾ വീട് വൃത്തിയാക്കുവാണ്. സിധു സിദ്ധപ്പാ അതെന്നെ കണ്ടൂടാ, എന്നെ മാത്രമേ കാണാൻ പറ്റുള്ളേ. എന്ത് ചെയ്യണേ? അവൻ്റെ അമ്മ അലമാര ക്ലീൻ കാണിച്ചു തരാം. അയ്യോ ഇത്ര ചെറിയ വൃത്തിയാക്കുക എല്ലായിടത്തും കളാ. ഫുള്ള് ചവറാണ്. ഫാമിലി ഫോട്ടോ. അതിനിടയിൽ വേറൊരു കോമഡിയും കൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ രാഘവ ലോറൻസിൻ്റെ വില മനസ്സിലാവുന്നത്. എനിക്ക് കിട്ടിയ ചെറിയൊരു അവാർഡാണ്. കണ്ടോ 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 കൺമണി മുത്തേ. ഇവിടെ എല്ലാം വൃത്തിയാക്കണം. നമ്മൾ കട്ടിലൊക്കെ മാറ്റി ബെഡൊക്കെ എടുത്ത് നമ്മൾ വെളിയിലിട്ട്. കോവിൽപ്പട്ടി വീട് വെളുക്കാൻ വേണ്ടി ഓറഞ്ചൊക്കെ തേച്ച് വെച്ചു. ഇങ്ങോട്ട് എന്തൊക്കെയാണ് പറയൂ, നമ്മുടെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കുമോ? മുഖത്ത് അവരും കൂടെ ഒന്ന് വെളുക്കട്ടെ, നീ മാത്രം വെളുത്താൽ മതിയോ? എന്തൊക്കെയാണ് തേച്ച് വെക്കണേ മുഖത്ത്? ഓറഞ്ചിൻ്റെ തൊലി, അലോവേര, തൈര്. ഇതാണ് എൻ്റെ ഭാര്യയുടെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം. അല്ലേ അല്ലേ? നിനക്ക് ആവശ്യമില്ലാത്ത എന്തിനാ സാധനങ്ങളൊക്കെ എടുക്കളാ. ആ അതെന്തിനാണ് നമ്മളതാണ്ട് ഇത്രയും സ്ഥലത്ത് വീണ്ടും അവളുടെ തുണി കൊണ്ട് വെച്ചിരിക്കുന്നത്? ആ എന്നും പറഞ്ഞ് നമ്മളവിടെ കൊണ്ടുവയ്ക്കുന്നത് സ്ഥലമില്ലേ? ഞാൻ കാണിച്ചു തരാം ഗൈസ്. അവൾ അലമാര സ്ഥലമില്ല കണ്ട. ഇതൊന്നും അവളാ ഫുള്ളാണ് കണ്ടാ. ഇവിടേക്ക് എന്തോരം സ്ഥലമുണ്ട് കണ്ടോ. ഇതൊക്കെ ഇവളുടെ ഒന്നുമില്ലാന്ന് നമുക്ക് തുണി. പാവപ്പെട്ട ആരെങ്കിലും വല്ല മാച്ച് കൊടുക്കണേ. ഒന്നുമില്ലെന്ന്. അയ്യോ നാണമാ. അയ്യോ നാൺ വന്നു. എടി നാൺ വന്നു എടി നിനക്ക്. എടി ഞാനത് അനക്കാൻ വയ്യാത്തത് ഞാൻ തൊടുപോലും ഇല്ല. ഞാൻ ഇട്ട ഡ്രസ്സ് തന്നെ ഒരു 5-6 ദിവസം ഇട്ടുള്ളത്. ഹലോ ഗായ്സ്, വർഷങ്ങൾക്ക് ശേഷം കുറേ നാളുകൾക്ക് ശേഷം എൻ്റെ കോയിൻ കളക്ഷൻ കണ്ടോ എല്ലാം കണ്ടോളൂ. റെയർ സാധനങ്ങളാണ് കണ്ടാ. ഇത് ഇവിടെ UAE കണ്ട. ഇതൊക്കെ ഒരുപാടുണ്ട്. ഇതൊക്കെ പണ്ട് ഞാൻ ശേഖരിച്ച സാധനങ്ങളാണ്. ഇതൊക്കെ ഇപ്പോഴും കണ്ടാ. അയ്യോ കണ്ടാ. കാണാതായ സാധനങ്ങളൊക്കെ കണ്ടു കിട്ടിയിട്ടുണ്ട്. ഇതാ കണ്ട. എല്ലാ ഉത്തരവാദി എല്ലാം ഈ ആക്രി കിടക്കാത്തുണ്ടായിരുന്നു. പാവപ്പെട്ടവന് ജോമെട്രി ബോക്സ് ഇല്ലാന്ന് കണ്ട. ഇവിടെ ഒന്നുമില്ല, പാവം. അതിൻ്റെ ഗതി കണ്ടു കഴിഞ്ഞാൽ അതിന് വായ ഉണ്ടായിരുന്നേ അത് ഇപ്പോൾ കിടന്ന് ഇവിടെ നിലവിളിച്ച ചത്തനായിരുന്നു. ഇതൊക്കെ ഇവൻ്റെ സാധനങ്ങളൊക്കെ കണ്ട. ഇവൻ്റെ ആക്രി കട കണ്ടോ ഗൈസ്? നിങ്ങളിത് കണ്ടോ? അതിനേക്കാളും കോമഡിയാണ് ഇവൻ്റെ ഒരു ഡ്രോ കണ്ടോ. ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് പാമ്പോ ഇല്ല ഉണ്ടാകുന്നോ. ഇടീ വിശാലം വെളുത്തുള്ളി മണ്ണെണ്ണ എടുത്തിട്ട് വേണം തളിച്ചിട്ട് നമുക്ക് ഇവിടെ എടുക്കാം. ഓ ഇറേസർ കിട്ടിയാ? കിട്ടി ഗൈസ്. ഇറേസർ, ഷാർപ്പനർ, എല്ലാം കിട്ടുന്നുണ്ട്. കളഞ്ഞു വന്നു നമ്മൾ കരുതിയ സാധനങ്ങളെല്ലാം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ കലാവാസനകളാണ്. കണ്ടോ ഗൈസ് കണ്ടോ. ഓ അസൈൻമെന്റ് എവിടെ നിന്ന് കിട്ടിയേ ഗൈസ്? കണ്ട ആക്രി കട നിങ്ങൾ കണ്ടോളൂ. ഇത്ര ഇതിനകത്തുണ്ടായിരുന്നടാ. എൻ്റെ ട്രോഫി എവിടെ? ഇതെൻ്റെ വൈഫിന് നാടൻ ചെന്തര് ഓട്ടം തുള്ളലിന് കിട്ടിയത്. എൻ്റെ വൈഫിന് മറ്റേ നാടോടി നൃത്തത്തിന് കിട്ടിയ സമ്മാനം. എന്നൊക്കെ തോന്നണം.
ഏകദേശം വൃത്തിയായിട്ട് കിടക്കണം. ഇനിയും അത് എന്തൊക്കെ വൃത്തിയാക്കാറുണ്ട്. ഇനി തുണിയനപ്പം കൊണ്ട് അടാ എൻ്റെ ഷൂ മാത്രം ഞാൻ വൃത്തിയാക്കി ഇവിടുന്ന് മുകളിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ വൃത്തിയായിട്ട് ഷൂവിൻ്റെ അടുത്ത് താഴെ ഇടാം നമുക്ക്. അവിടെ കട സിദ്ധു അവിടെ നിന്ന് എല്ലാം ഇട്. ആ കാട്ടിനകത്ത് നിന്ന് എല്ലാം എല്ലാം ഇട്. എല്ലാം എടു. എല്ലാം എടു. എല്ലാം എടുത്ത് അവിടെ വൃത്തിയാക്കുക. ആദ്യം ആ പ്ലോട്ട് വൃത്തിയാക്കും. ചെസ് ബോർഡ് ഇങ്ങനെ ചെസ് ബോർഡ് ഇവിടെ വയ്ക്കാം. ചെസ് ബോർഡ് അവിടെ പോയി. ഇവിടെ ഇത്രയും വേസ്റ്റ് കിടക്കണം കണ്ട, ചവറുകൾ കണ്ട്. എൻ്റെ പ്രിയതമ്മയിട്ടത്. ഡേയ് നീയാണ് ഇവിടെ ഏറ്റവും വലിയ വേസ്റ്റ്. ഏറ്റവും കൂടുതൽ വേസ്റ്റ് കിട്ടിയത് ആർക്കാണ്? പാമ്പും എല്ലാം കടിക്കുകയുള്ളൂ. അവിടെ ഇട്ട് ചോണ്ടാ വെള്ളം ഒഴിച്ച് കഴിവും ഇവിടെ. ആ നിന്റെ ഈ തുണി ഇരിക്കുന്നതാണ് അടുത്ത പ്രശ്നം. മാറ്റി തരണം. ആ നിന്റെ ആ പൊട്ട ജാക്കറ്റ് പഴയ തുണിയെ പാട്ട് പേപ്പറ് പഴയ പേപ്പറ് പഴയ തുണിയെ വിളിയടാ. വേസ്റ്റും തൂക്കി പോറേ. പുതിയ ബാഗ് വാങ്ങിച്ചു വെച്ചിട്ടാണ് ബാഗ് പൊട്ടി എന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന്. അത് ബാഗല്ലേ അപ്പി? പൊട്ടി വലിച്ച ബാഗ് കൊണ്ടുപോയിട്ട് ഇനിയിപ്പോ ഇത് കൊണ്ടുപോകാന്ന്. ഇതിപ്പോ കണ്ടേ ഉള്ളൂ എന്ന് പറ. അന്ന് കൊണ്ടുവച്ചത് ഇപ്പൊ കണ്ട് കൊള്ളാങ്കിലേ കൊണ്ടുപോകുള്ളൂ നീ. എന്നാ പിന്നെ പൊട്ടി വെച്ച് അത് ഇട്ടുകൊണ്ട് പോണേക്കാളും നല്ലതല്ലേ ഇത് കൊണ്ടുപോണത്. അയ്യോ അമ്മായിയമ്മ സ്നേഹം ആർക്കും കൊടുക്കാൻ വെച്ചത്? ഇതിൽ എന്തോ സെറ്റിങ്സ് മാറി കിടക്കണ്ടേ ഇതിൽ ഫോൺ. സുഹൃത്തുക്കളെ, ഇവിടെ ഒട്ടും വൃത്തിയില്ലാത്ത ഐറ്റം കണ്ടിത് മാത്രമാണ്. ഇവനിൽ നിന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആക്രി കണ്ടെത്തിയിരിക്കുന്നത് വീട്ടിൽ. ഇവൻ്റെ സാധനങ്ങൾ വച്ചേക്കാൻ അവിടെ നിന്ന് നമ്മൾ സൂക്ഷിച്ച് ഒന്നും ഇട്ട് വെച്ചേക്കാൻ എടുത്ത് കളയാതെ. ഇനി അടുത്ത ഇട്ട് വയ്ക്കാൻ കാണാം. ഇട്ട് വെച്ചാൽ എല്ലായിടത്തും കളഞ്ഞ്. ഈ ബാഗ് എൻ്റെ ബാഗ് വേണമെങ്കിൽ ചിലവ് ചെയ്യേണ്ടി വരും. ഓക്കെ താങ്ക് യു. ഇനി വെള്ളം ഒഴിക്കാം. അത് നല്ല വൃത്തി അടുക്കി വെക്കണ്ടേ? ഇങ്ങനെ അടുക്കണത്. എടി ഇവിടെ എൻ്റെ ഏതെങ്കിലും വേസ്റ്റ് കിട്ടിയത് ഇവരൊക്കെ അപ്പ കയറിയിരിക്കണേ. ഇവനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആക്രമി. ഏറ്റവും കൂടുതൽ വേസ്റ്റ് ഇവൻ്റെ സ്ഥലത്ത് നിന്നാണ് കിട്ടിയത്. അല്ലടാ വല്ലം പറയടാ, എന്നെ പറ്റി വല്ലം പറയടാ. എൻ്റെ എന്താ വേസ്റ്റ് ഉണ്ടോടാ? എനിക്ക് ഇത്രയും നിക്കറ ഇതെല്ലാം എൻ്റെ തന്നെ. നിക്കർ യെസ്, വളരെ ഉപകാരം. എനിക്ക് ഞാൻ ഇന്നേ വരെ ഒരു സ്പേസ് ഈ വീട്ടിൽ ചോദിച്ചിട്ടില്ല. മനസ്സറിഞ്ഞ് തന്നേന് ഒരു വലിയൊരു ഉമ്മ. അയ്യോ ഇത് കിടക്കണ്ട വേണ്ട എത്തി ഉയിര് കിടക്കണ്ടേന്നേ. അതെ എടാ നീ പോടാ, നീ പോ. അതൊന്നും ഇടൂല, നീ കൊണ്ടുപോക്കോ. അണ്ടാ ഇതും നമ്മുടെ അലമാരക്കകത്ത് നിന്ന് ഇവളാക്കുന്ന തുണികൾ, അവളെ ജാക്കറ്റ്. അല്ല പോരെ അങ്ങോട്ട്, നല്ല കുനിഞ്ഞ് നല്ല ഇതൊക്കെ കലക്ക ഇങ്ങോട്ട് കോരി ഒഴി. അങ്ങോട്ടൊക്കെ ഇവിടെയൊക്കെ ചെളി.
സോപ്പൊടി ഇട സോപ്പൊടി എല്ലായിടത്തും ഇതല്ലേ ചറക്കടിച്ച് വിടല്ലേ തല അടിക്കും ഇങ്ങോട്ട് വന്ന് ഇതാക്കടാ എടാ പതുക്കെ അതുകൊണ്ട് അതിനകത്ത് വെള്ളം വീഴുന്നു ടി വിയിലകത്ത് പിന്നെ ആനയെ ആട് കൊണ്ട് വലിക്കാൻ പറ്റും പാളി വേസ് മൊത്തത്തിൽ പാളി ഞാൻ സുഖം കൂടെ എല്ലാം എന്തോ ഒരാവശ്യമില്ലായിരുന്നു ഗ്യാസ് നമ്മൾ രണ്ടുപേരും ഞാനും സുഖവും കൂടെ അയ്യോ പാടുപെട്ട് അതിനകത്ത് കിടന്ന വെള്ളം അത്രയും പിഴിഞ്ഞ് കൊണ്ടൊഴിച്ച് തുടച്ചാൽ തീർന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും നൈസായിട്ട് മാറി. ഒറ്റയ്ക്ക് വലിക്കണ്ട, ഞാനും കൂടെ വരാം. മാറി പയ്യെ 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 പയ്യെ, അല്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കും നീ ഒറ്റയ്ക്ക് ചെയ്യണമായിരിക്കുന്നു കേട്ടോ. ഇങ്ങോട്ട് വൃത്തിയാക്കി ഗൈസ്. ഒരുത്തനത് അവിടെ പിടിച്ചിരുത്തിയിരിക്കുകയാണ്, ഇവിടെ ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. അവിടെ ഇരുന്നോ, കുളിച്ച് റെഡിയാക്കി ഇരുന്നിട്ടുണ്ട്. വൃത്തിയില്ലാതെയൊക്കെ മാറി ഇപ്പോൾ സെറ്റായി, വൃത്തിയൊക്കെ ആയി. യാരീവേ മെത്തേൻ തൂക്കി പോരാ. കണ്ട പോളെ അതാ ഇവിടെ ഫാൻ ഫാൻ. അയ്യാ അത് തന്നെ ചവിരി ഇവിടെ അവിടെ. ഗായ്സ്, ഇന്നത്തെ നമ്മുടെ ദൗത്യം അവസാനിച്ചിരിക്കുകയാണ്. എങ്ങനെയൊക്കെയോ നമ്മളെല്ലാവരും കൂടെ കഷ്ടപ്പെട്ട് വീടൊക്കെ അടിച്ച് കഴുകി വൃത്തിയാക്കി. വൈകുന്നേരം ആയതിനാൽ നമ്മൾ അയ്യപ്പ ഭക്തിഗാനമൊക്കെ ഇട്ട് നൈസായിട്ട് വിളക്കൊക്കെ കത്തിച്ച് എല്ലാം നീറ്റാക്കിയിട്ടുണ്ട്. കുളിച്ച് കുട്ടപ്പന്മാരായിട്ട് വീടൊക്കെ വൃത്തിയാക്കി, റൂമൊക്കെ വൃത്തിയാക്കി, അടുക്കള എല്ലാം സൂപ്പറാക്കി. എങ്ങനെയുണ്ട് നമ്മുടെ വീഡിയോ? പൊളിച്ചില്ലേ? ഓക്കെ, സെറ്റാക്കിയിട്ടുണ്ട്. അടുത്താണ് നമ്മൾ കാട് വൃത്തിയാക്കിയത്. എങ്ങനെയുണ്ടോ നോക്കാം. പോ, ലൈറ്റ് ഇട്ടോ അവിടെ. ഓ ഇതാ സിദ്ധപ്പൻ്റെ ബെഡും ഓക്കെയാണ്. സിദ്ധപ്പ, നിൻ്റെ ബെഡ് ഓക്കെ അല്ലേ? ബെഡ് എന്ന് പറഞ്ഞാൽ ബ്രെഡിൽ നിന്ന് ഒട്ടിക്കണടാ, ബ്രെഡി ഫുൾ. ഇത് എൻ്റെ റൈറ്റിംഗ് ടേബിൾ. പിന്നെ ഗൈസ്, നീ കണ്ട്, എല്ലാവരും കണ്ട്, ഞാൻ എല്ലാ വീഡിയോ എടുത്ത് ആര് വൃത്തിയാക്കിയെന്നൊക്കെ കണ്ട്. തുറ നിന്റെ കാർഡ് തുറ ആദ്യം. ദൈവമേ, ഇതാണ് പ്രേക്ഷകരെ നിങ്ങൾ കാണേണ്ടത്. ഇതെങ്ങനെ കിടന്നെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പം പാവപ്പെട്ട ആ പെണ്ണ് വന്നെല്ലാം നീറ്റായിട്ട് ഇതുകൊണ്ട്. ഇതാണ് എൻ്റെ പാവം. ഇത്രയേ ഉള്ളൂ. അവിടെ ഇത്രയും ഉടുപ്പും അതാണ്ട് ഇത് 2 5 6 മുണ്ടും ഇതെല്ലാം. ഇപ്പോൾ ഇങ്ങനെ ഇരുന്നോണം, വൃത്തിയാക്കണം. ഇതിനകത്ത് എന്തായി? ഇതിനകത്ത് നേരത്തെ കാണിച്ചെന്നല്ല, പാമ്പ് കയറി ഇരുന്നേനാ. ഇപ്പോൾ കുഴപ്പമില്ല, ഏകദേശമൊക്കെ സെറ്റായി. ഇനി അടാ മതി, കൊള്ളാം. പാലിൻ്റെ അതിമതി വൈൻഡപ്പ് നമ്മൾ വൃത്തിയായതാ. ഇവളെയും കൂടെ ഇനി കുളിച്ചാൽ മതി. ഓക്കെ, ഇതിൻ്റെ എല്ലാം. അപ്പം അവൾ കുളിച്ച് ശരി, അവൾ വന്നിട്ട് വൈൻഡപ്പ് ഒന്നുകൂടെ എടുക്കാം. വൈൻഡപ്പ് നമുക്ക് സെറ്റപ്പ് ആക്കാം. ഹായ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുന്നു. നമ്മൾ വീട് വൃത്തിയാക്കൽ മഹാമഹം കഴിഞ്ഞു. എല്ലാവരും കുളിച്ച് കുട്ടപ്പനായി. കണ്ട 2-3-4 ദിവസമായി നമ്മൾ കുളിച്ചിട്ട് അതെല്ലാം സെറ്റായി. സിത്തപ്പനെ കുളിച്ച് എല്ലാവരും നമ്മുടെ വീടൊക്കെ വൃത്തിയാക്കി. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതിൽ ബൈ ബൈ ടാറ്റാ. ഞാൻ